നമസ്കാരം. ഞാൻ ഡോക്ടർ ഗോപിനാഥ് ഉള്ളി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നമ്മുടെ പത്രങ്ങളിലൊക്കെ ഒരു വിവാദമായ വാർത്തകളുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഗവൺമെൻറ് വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ എല്ലാ സ്കൂളുകളിലും സുംബ ഡാൻസ് നമ്മുടെ അക്കാഡമിക് കാര്യങ്ങളുടെ ഭാഗമാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അത് നടപ്പാക്കി കഴിയുകയും ചെയ്തു. പക്ഷേ ചില ഭാഗത്തു നിന്നും പല എതിർപ്പുകൾ അതിനു വേണ്ടി ഉണ്ടാകുന്നു. അപ്പോൾ ഈ സുംബ ഡാൻസ് എന്താണ്, എന്തുകൊണ്ടാണ് അവർ പലപ്പോഴും എതിർക്കുന്നത്, അല്ലെ ഈ സുംബ ഡാൻസിൻ്റെ പ്രത്യേകതകൾ എന്ത് എന്ന് മിക്കവർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വിഷയം ഇന്ന് ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ഇത് നമ്മുടെ അക്കാഡമിക് കാര്യങ്ങളിലേക്ക് ഈ സുംബ ഡാൻസ് കൊണ്ടുവന്നിരിക്കുകയാണ്. കുട്ടികളെ പഠിപ്പിക്കാനും പ്രാക്ടീസ് ചെയ്യുവാനും ഒക്കെയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത സമിതി യോഗമാണ് ഇതിന് അനുവാദം കൊടുത്തത്. പലയിടത്തു നിന്നും പല ഇതിനെതിരായിട്ടുള്ള സജഷൻസ് വന്നിട്ടും വിദ്യാഭ്യാസ മന്ത്രി തന്നെ വളരെ ധൈര്യമായിട്ട് തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സുംബ ഡാൻസ് എന്താണ്? വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുംബ ഡാൻസ് ഒരു വ്യായാമമാണ്. വ്യായാമം എന്നതിലുപരി അതൊരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. ഫിറ്റ്നസ് മാത്രമല്ല, പലപ്പോഴും അത് നമ്മുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. അത് നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ്. അത് വിദേശിയാണ്, പക്ഷേ അത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ അക്സെപ്റ്റബിളായിട്ട് പലരും സ്വീകരിക്കുന്ന ഒന്നായിട്ട് ഈ നൃത്തരൂപം മാറിയിരിക്കുകയാണ്. കാരണം ഇത് ഏറ്റവും നല്ല നമ്പർ 1 വ്യായാമമാണ്. ഇന്ന് നമ്മുടെ കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ വ്യായാമമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നം. ആ വ്യായാമം ഇല്ലാത്തതുകൊണ്ട്, അതായത് അവരുടെ ശരീരത്തിന് ഒരു ദിവസം മിനിമം ആവശ്യമായിട്ടുള്ള വ്യായാമം പോലും ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല, നമ്മുടെ യുവാക്കൾക്ക് ലഭിക്കുന്നില്ല, നമ്മുടെ പ്രായമായവർക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹവും ഹാർട്ട് അറ്റാക്കും പ്രഷറും കൊളസ്ട്രോളും അമിതവണ്ണവും ഒക്കെ ഇന്ന് നമ്മെ കൂടുതലായിട്ട് അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സുംബ ഡാൻസ് ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലൊരു വ്യായാമമാണെന്ന്. അപ്പോൾ അത് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല ഒന്നായിട്ട് മാത്രമേ ഡോക്ടർമാർക്കും ആരോഗ്യ വിദഗ്ധർക്കും കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സുംബ ഡാൻസ് ഏറ്റവും നല്ല ഒന്നാണ്. അത് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കണം. അത് പിള്ളേർ അത് എല്ലാ ദിവസവും ചെയ്യണം. അതുപോലെ തന്നെ മുതിർന്നവരും ഇത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ സുംബ ഡാൻസിൻ്റെ പ്രത്യേകതകൾ എന്ത്? കുറച്ച് പ്രത്യേകതകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഈ സുംബ ഡാൻസിനെ പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് ഏറ്റവും നല്ല ഒരു വ്യായാമമാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഏറ്റവും നല്ലൊരു എയറോബിക് വ്യായാമമാണ്. അതായത് നമ്മൾ വേഗതയിലുള്ള നടപ്പ്, നമ്മൾ സൈക്കിൾ ചവിട്ടുന്നത്, നീന്തൽ, പിന്നെ അല്ലെ നമ്മൾ ട്രെഡ്മില്ലിൽ കയറുന്നത്, ഇതൊക്കെയാണ് എയറോബിക് വ്യായാമം. അതായത് എയറോബിക് വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ വായു നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കുന്നു. അപ്പോൾ കൂടുതൽ ഓക്സിജൻ നമ്മുടെ ലങ്സിൽ പ്രവേശിക്കുന്നു. അപ്പോൾ നമ്മുടെ രക്തം കൂടുതൽ ഓക്സിജനേറ്റ് ചെയ്യുന്നു. അപ്പോൾ രക്തസംക്രമണം അല്ലെ രക്ത ഓട്ടം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോശങ്ങൾക്കെല്ലാം കൂടുതൽ ഓക്സിജനും കൂടുതൽ പോഷകങ്ങളും ലഭിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നു, ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ളതിനെയാണ് എയറോബിക് വ്യായാമം എന്ന് പറയുന്നത്. അത് എയറോബിക് വ്യായാമത്തിൻ്റെ മറ്റൊന്നാണ് കാർഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ സുംബ ഡാൻസ് നല്ലൊരു എയറോബിക് വ്യായാമമാണ്. അപ്പോൾ നല്ലൊരു കാർഡിയോ വ്യായാമമാണ്. അവരുടെ ഹൃദയത്തിനൊക്കെ നല്ല ആരോഗ്യം ലഭിക്കാൻ പറ്റിയ ഒരു വ്യായാമമാണ്. മറ്റൊന്ന്, ഇത് വണ്ണം കുറയ്ക്കുവാൻ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇന്ന് അമിതവണ്ണമുള്ള കുട്ടികൾ ധാരാളമുണ്ട്. അത് വലിയൊരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളുടെ അമിതവണ്ണം കുറയ്ക്കുവാനും അവരുടെ ശരീരത്തിന് ആവശ്യമായ തൂക്കം മാത്രം നിലനിർത്തുവാനും ഈ സുംബ ഡാൻസ് വളരെയധികം സഹായിക്കും. പിന്നെ മറ്റൊന്ന് പറഞ്ഞു, നമുക്ക് ഏറ്റവും കൂടുതൽ കാലറി ചിലവാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ സുംബ ഡാൻസ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കാലറി നമുക്ക് ശരിയായുള്ള വ്യായാമം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ശരീരം ഉപയോഗിച്ച് മിച്ചം വരുന്ന കാലറി നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് സൂക്ഷിക്കുകയാണ്. അത് നമ്മുടെ വയറിലും അതുപോലെ നമ്മുടെ ത്വക്കിനടിയിലും സൂക്ഷിക്കുന്നത് കൂടാതെ നമ്മുടെ ആന്തരിക അവയവങ്ങളിലും സൂക്ഷിക്കുന്നു. അങ്ങനെ ആന്തരിക അവയവങ്ങളായ കരള് അല്ലെങ്കിൽ അപ്പൻഡിക്സ്, ഇങ്ങനെ മറ്റു പല ഭാഗങ്ങളിലും അത് സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ കരളിൽ കൊഴുപ്പ് സൂക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഇന്ന് 8 വയസ്സുള്ള കുട്ടികൾക്ക് പോലും ഇന്ന് ഫാറ്റി ലിവർ ഉണ്ട്. ധാരാളം കുട്ടികൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കൊഴുപ്പ് കൂടുതലായിട്ട് അവരുടെ ശരീരത്തിൽ അല്ലെ കരളിൽ അടിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഫാറ്റി ലിവറിനെ കുറയ്ക്കുവാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. വണ്ണം കുറയ്ക്കുവാൻ
കുറയ്ക്കുവാൻ ഇത് ഏറ്റവും നല്ല ഒരു വ്യായാമ മുറയാണ്. ഇത് ചിലവാക്കുമ്പോൾ ഈ കാലറി ഞാൻ പറഞ്ഞു, കാലറി കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കുന്നതാണ് അമിതവണ്ണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കാലറി ചിലവാക്കണം. ഈ കാലറി ചിലവാക്കണമെങ്കിൽ നമ്മൾ വ്യായാമം ചെയ്തേ പറ്റൂ. എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കുട്ടികളാണെങ്കിൽ കളിക്കണം. മുതിർന്നവരാണെങ്കിൽ ഏറ്റവും വേഗതയിലുള്ള നടപ്പോ, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുകയോ, അല്ലെങ്കിൽ ട്രെഡ്മില്ലിൽ കയറുകയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷട്ടിൽ കളിക്കുകയോ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ വ്യായാമം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കാലറി ചിലവാകുന്നത്. ഈ സുംബ ഡാൻസ് 60 കിലോ ഭാരമുള്ള ഒരാൾ 20 മിനിറ്റ് സമയം ഈ സുംബ ഡാൻസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 250 മുതൽ 300 കാലറി ഊർജ്ജം ചിലവാകുന്നു എന്നുള്ളതാണ്. ആ വ്യക്തി 20 മിനിറ്റ് ഓടുവാണെങ്കിൽ ചിലവാകുന്നത് 300 കാലറി ഊർജ്ജമാണ്. അതായത് സുംബ ഡാൻസ് ചെയ്യുന്നതും നിങ്ങൾ 20 മിനിറ്റ് ഓടുന്നതും ഏതാണ്ട് ഒരുപോലെയാണ്. നിങ്ങൾ 20 മിനിറ്റ് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലവാക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 150 കാലറി ഊർജ്ജം മാത്രമാണ്. അതേസമയത്ത് നിങ്ങൾ നീന്തുവാണെങ്കിൽ നിങ്ങൾ 240 കാലറി ഊർജ്ജം ചിലവാകും. നിങ്ങൾ സൈക്കിൾ ചവിട്ടുവാണെങ്കിലും ഏതാണ്ട് 240 കാലറി ഊർജ്ജം ചിലവാകും. പിന്നെ നിങ്ങൾ മറ്റ് ഡാൻസുകൾ ചെയ്യുമെങ്കിൽ, അതായത് എയറോബിക് ഡാൻസ് എന്നും പറഞ്ഞ് മറ്റ് ഡാൻസുകളുണ്ട്, മറ്റ് നൃത്തങ്ങളുണ്ട്, അത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ 200 കാലറി ഊർജ്ജം മാത്രമേ ചിലവാക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ കാലറി ചിലവാക്കുന്ന നൃത്തരൂപമാണ് ഈ സുംബ ഡാൻസ്. പിന്നെ സുംബ ഡാൻസിന് മറ്റു ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇത് നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് സാമൂഹ്യപരമായിട്ട് അല്ലെ മറ്റു കൂട്ടുകാരും ഒക്കെ ആയിട്ട് കൂടുതൽ ഇടപഴകാൻ കൂടുതൽ സമയം കിട്ടുന്നുണ്ട്. കുട്ടികളുടെ സ്ട്രെസ്സ് കുറയ്ക്കുവാൻ ഇത് വളരെയധികം സഹായിക്കും. പരീക്ഷയിൽ തോറ്റതിന് പോലും ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിലുണ്ടാകുന്ന സ്ട്രെസ്സ് കുറയ്ക്കുവാൻ വേണ്ടി, അതുപോലെ തന്നെ മുതിർന്നവരിലും കുറയ്ക്കുവാൻ വേണ്ടി ഈ സുംബ ഡാൻസ് വളരെയധികം സഹായിക്കും. പിന്നെ ഈ സുംബ ഡാൻസ് നല്ലൊരു ബാലൻസിങ് എക്സർസൈസാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് കിട്ടാൻ, അതായത് ഈ സുംബയുടെ കൂടെ നൃത്തം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒറ്റക്കാലിൽ നിൽക്കേണ്ടി വരും. അതുപോലെ തന്നെ കൈകളൊക്കെ സമാന്തരമായിട്ട് ചിലപ്പോൾ പിടിക്കേണ്ടി വരും. അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ബാലൻസ് കീപ്പപ്പ് ചെയ്യാൻ സഹായിക്കും. പിന്നെ നമ്മളുടെ പേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും, നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും, നമ്മളുടെ ജോയിൻ്റ് അല്ലെ സന്ധികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. പിന്നെ നമുക്ക് നല്ലപോലെ ഉറക്കം ലഭിക്കുവാനും അതുപോലെ തന്നെ മനസ്സിനൊരു സുഖാവസ്ഥ ലഭിക്കുവാനും ഒക്കെ ഈ സുംബ ഡാൻസ് സഹായിക്കും. അതായത് ഈ സുംബ ഡാൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന പോലെയുള്ള സുഖ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു. അത് നമുക്ക് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡിപ്രഷൻ പോലെയുള്ള പല മാനസിക രോഗങ്ങളെയും അകറ്റി നിർത്തുവാനും ഈ സുംബ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ സുംബ ഡാൻസിന് അങ്ങനെ ധാരാളം അഡ്വാൻറ്റേജ് ഉണ്ട്. അത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നുണ്ട്. അത് കണ്ട് നിൽക്കുന്നവർക്ക് പോലും മനസ്സിന് സന്തോഷം വരുന്നു. അല്ലെ കാണുന്നവർ പോലും ചിലപ്പോൾ ആ നൃത്തത്തിൻ്റെ ചുവടുകൾ സ്വന്തമായിട്ട് ചിലപ്പം വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചെയ്യുന്നവർ മാത്രമല്ല, കാണുന്നവർക്ക് പോലും ഒരു ഉന്മേഷം നൽകുന്ന ഒന്നാണ് ഈ സുംബ ഡാൻസ്. സുംബ ഡാൻസ് ചെയ്യുമ്പോൾ മറ്റു വ്യായാമ മുറകളെ പോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് സുംബ ഡാൻസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് നമ്മൾ വാമപ്പ് ചെയ്യണം. അതായത് നമ്മുടെ ശരീരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം ഈ വ്യായാമത്തിന് വേണ്ടി. അതുപോലെ തന്നെ സുംബ ഡാൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു കൂൾ ഡൗൺ എന്നൊരു പ്രക്രിയയുണ്ട്. അതായത് 5 മിനിറ്റ് കൂൾ ഡൗൺ നമ്മൾ ചെയ്യണം. എങ്കിലേ നമുക്ക് ഈ സുംബ ഡാൻസ് കൊണ്ടുള്ള വ്യായാമത്തിൻ്റെ പ്രയോജനം നമ്മുടെ ശരീരത്തിന് നല്ലപോലെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ സുംബ ഡാൻസിനെ പറ്റിയുള്ള വിവാദം എന്താണ്, എന്തുകൊണ്ടാണ് വിവാദക്കാർ പറയുന്നത് ഇത് നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ല, അല്ലേ കുട്ടികളിങ്ങനെ വേഷത്തെപ്പറ്റി അവർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെറിയ നിസ്സാര കാര്യങ്ങളാണ്. പക്ഷേ സുംബ കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ്സ് ഒന്നും നിലനിൽക്കുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ സുംബ ഡാൻസ് എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഏറ്റവും നല്ല ഒരു വ്യായാമ രീതിയാണ്, വ്യായാമ പ്രക്രിയയാണ്. അത് നമുക്ക് ഫിറ്റ്നസ്സും അതുപോലെ തന്നെ മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളെയും മാറ്റി നിർത്താൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പം നമുക്കെല്ലാവർക്കും സുംബ ഡാൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സുംബ ഡാൻസ് തീർച്ചയായിട്ടും ചെയ്യുക. അത് നമ്മൾ നടക്കുന്നതിനെക്കാട്ടും അതുപോലെ തന്നെ എൻ്റെ സൈക്കിൾ ചവിട്ടുന്നതിനെക്കാട്ടും ഒക്കെ കൂടുതൽ കാലറി നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കും. ഒത്തിരി ആരോഗ്യപരമായി ഗുണങ്ങൾ അല്ലെ മേന്മയുള്ള ഒരു വ്യായാമ മുറയാണ് ഈ സുംബ ഡാൻസ്. അപ്പോൾ നിങ്ങളെല്ലാവരും സുംബ ഡാൻസ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. സുംബയുടെ ഗുണങ്ങളെപ്പറ്റി നമ്മളെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.